പൊന്നാനിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി മുന്നോട്ടു പോകുന്നു. സമീർ ബിൻ കരീം അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സമീർ, ഈ സമസ്തയുടെ വിവാദത്തിൽ അതിനെ സജീവമാക്കിക്കൊണ്ട് KS ഹംസയുടെ ഇടപെടലുകളുണ്ട്. എന്തൊക്കെയാണ് പൊന്നാനിയിലെ ഒടുവിലത്തെ ചിത്രം? വേണു, മുസ്ലിം ലീഗ് ഈസി വാക്ക് ഓവർ പ്രതീക്ഷിച്ചിരുന്ന പൊന്നാനിയിൽ നിലവിലെ സാഹചര്യം അങ്ങനെയല്ല. മത്സരം കൂടുതൽ മുറുകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പൊന്നാനിയിലെ പ്രധാന വോട്ട് ബാങ്കായിട്ടുള്ള സമസ്തയുമായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ തർക്കവും വിള്ളലും ഒക്കെ തന്നെയാണ്, അല്ലെങ്കിൽ സമസ്തയിൽ ആഭ്യന്തര പ്രശ്നമൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട പൊന്നാനിയിലെ ചർച്ചാ വിഷയം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവസരം നോക്കി വികസന വിഷയങ്ങളും ചർച്ചയാകപ്പെടുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഉമർ ഫൈസി മുക്കം മുസ്ലിം ലീഗിനെ LDF പിന്തുണച്ച് രംഗത്ത് വരുന്നതും അതോടൊപ്പം തന്നെ KS ഹംസയുടെ ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉമർ ഫൈസി മുക്കം ഏറ്റുപിടിച്ചതും സമസ്തയുടെ മുഖപത്രം കത്തിച്ചതും അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പൊന്നാനിയിലെ ചർച്ചാ വിഷയം. ഇത് എത്രത്തോളം മുസ്ലിം ലീഗിന്റെ പ്രധാന വോട്ട് ബാങ്കായിട്ടുള്ള സമസ്തയിൽ നിന്നും എത്രത്തോളം വോട്ടുകൾ ഈ പ്രചാരണം വഴി LDFിലേക്ക് എത്തുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഈ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള തിരുരങ്ങാടി, കോട്ടക്കൽ ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് KS ഹംസ പ്രധാനമായും പ്രചാരണം നടത്തുന്നത്. പ്രത്യേകിച്ച് KS ഹംസ നേരത്തെ KP മജീദ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ഘട്ടത്തിൽ അന്ന് KS ഹംസയായിരുന്നു തിരുരങ്ങാടിയിൽ മുസ്ലിം ലീഗിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അന്നത്തെ ഹംസയുടെ ചില കോൺടാക്റ്റുകളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരുരങ്ങാടിയിൽ അത്യാവശ്യം വോട്ടുകൾ പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് KS ഹംസ പ്രചാരണം നടത്തുന്നത്. എന്നാൽ സമദാനി എന്നുള്ള ബഹുഭാഷ പണ്ഡിതൻ അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതിച്ഛയൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സമസ്ത വോട്ടുകളൊപ്പം തന്നെ മുസ്ലിം വോട്ടുകൾക്ക് പുറമെ കൂടുതൽ ഇതര വോട്ടുകൾ കൂടി പിടിച്ച് കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് സമദാനി ഒപ്പം തന്നെ UDF ക്യാമ്പും പ്രകടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ SDPI, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾക്കും പൊന്നാനി മണ്ഡലത്തിൽ നിർണായകമായ സ്വാധീനമുണ്ട്. ആ വോട്ടുകൾ ഒരുപക്ഷെ UDFിനായിരിക്കും ലഭിക്കുക എന്നുള്ള പ്രചാരണവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എത്രത്തോളം KS ഹംസയ്ക്ക് വോട്ടുകൾ അടർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതോടൊപ്പം തന്നെ പൊന്നാനി മണ്ഡലം എന്നുള്ളത് 7 നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയതാണ്. അതിൽ 4 എണ്ണം നിലവിൽ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ 2 മന്ത്രിമാരുണ്ട്. ഒപ്പം തന്നെ മുൻ മന്ത്രി KT ജലീലൊക്കെ തന്നെ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ എത്രത്തോളം വോട്ടുകൾ LDFിലേക്ക് വരുമെന്നുള്ളതും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. NDA ആണെങ്കിൽ വലിയ ഒരു പ്രതീക്ഷയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ 1 ലക്ഷത്തിലധികം വോട്ടുകളാണ് NDA സ്ഥാനാർത്ഥിയായിരുന്ന KK രമ പിടിച്ചതെങ്കിൽ ഇത്തവണ നിവേദിത സുബ്രഹ്മണ്യനാണ് NDAയുടെ സ്ഥാനാർത്ഥി. അവർ പ്രധാനമായും വലിയ രീതിയിലുള്ള പാർട്ടി പ്രവർത്തകയാണ്. അവരുടെ അമ്മ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിരുന്നു. നിവേദിതയും മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ്. അങ്ങനെ ഒരു കേഡർ വോട്ട് പൂർണ്ണമായും BJPക്ക് തന്നെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വലിയ ഒരു വോട്ടിംഗ് ശതമാനത്തിലുള്ള വലിയൊരു വർധന ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിലവിൽ BJPയും ഉള്ളത്. അങ്ങനെ വലിയ പ്രചാരണം ചൂടുപിടിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിലവിൽ പൊന്നാനി മണ്ഡലം നിലവിലുള്ളത്. ശരി, സമീർ ബിൻ കരീമാണ് പൊന്നാനിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.